ഹലോ അസ്സലാമലൈക്കും. ഓരോ വീടിൻ്റെയും ഭംഗി നിർണ്ണയിക്കുന്നത് ആ വീടിൻ്റെ ഡിസൈൻ അല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് ഒരു പുതുപുത്തൻ ഡിസൈനിൽ ചെയ്തിട്ടുള്ള വീടാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തിരൂർ കൂലുപാലുള്ള ഷാജുദ്ദീൻ റസിയ ദമ്പതികളുടെ വീടാണ്. വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. 10 സെന്റ് സ്ഥലത്ത് 2078 സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിലാണ് കേട്ടോ ഈ വീട് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് 1241 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ വന്നിട്ട് 807 സ്ക്വയർ ഫീറ്റും ആണ്. വീടിന്റെ എക്സ്റ്റീരിയർ വർക്കൊക്കെ വന്നിട്ട് കിടിലൻ തന്നെയാണ് കേട്ടാ. വൈറ്റ് കളറിൽ വരുന്ന വീടിന്റെ ബോർഡേഴ്സ് ഒക്കെ വന്നിട്ട് ഒരു ബ്രൗൺ കളറിലാണ്. കൂടാതെ ഷോ വാൾ വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിലുള്ള കളർ കോമ്പിനേഷൻ ആയാലും ലുക്ക് വൈസ് ആയാലും അടിപൊളി തന്നെയാണ് കേട്ടാ. വീടിന്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട്. അവിടെ ബേബി മെറ്റൽ കൊടുത്തുകാണ് കേട്ടാ. മുറ്റത്ത് അവിടെ അവിടെ ആയിട്ട് ചെടികളൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി വീടിന്റെ സിറ്റ് ഔട്ടിനോട് ചേർന്ന് ഇടതുവശത്തായിട്ടാണ് കേട്ടോ കാർപോച്ച് വരുന്നത്. കാർപോച്ചിന്റെ പില്ലേഴ്സിലൊക്കെ വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു നോർമൽ ഡിസൈനിൽ വരുന്ന അത്യാവശ്യത്തിന് വലുപ്പമുള്ള ഒരു കാർപോച്ചനാണ്. സീലിംഗിലായിട്ട് LED ലൈറ്റ്സും കൂടാതെ ഫ്രണ്ടിലായിട്ട് ഒരു ഹാങ്ങിങ് പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. ഇനി വീടിന്റെ വലതുഭാഗത്തെ ഷോ വാൾ വന്നിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടാ. മൊത്തത്തിൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ഭംഗിയിൽ എടുത്തു പറയേണ്ട ഒന്ന് ഈ ലൈറ്റ്സ് ആണ് കേട്ടോ. മൊത്തത്തിൽ LED ലൈറ്റ്സ് കൊടുത്തോണ്ട് തന്നെ വീടിനെ നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. വീടിന്റെ മൊത്തത്തിലുള്ള ലുക്ക് നോക്കുമ്പോൾ ടെറസിന്റെ മുകളിൽ ഇവർ ചെടികൾ വെച്ചിട്ടുണ്ട്. കൂടാതെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. അതും ആ ലൈറ്റ്സ് ഒക്കെ കൂടെ ആവുമ്പോൾ വീടിന്റെ ലുക്ക് വന്നിട്ട് വേറെ ലെവൽ തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ നോക്കാം. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിന്റെ 2 വശത്തായിട്ടും പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. കൂടാതെ കാർപോച്ചിന്റെ അവിടുത്തെ ആ പില്ലറിൽ നോക്കുകയാണെങ്കിൽ മറ്റേ പില്ലറിൽ കണ്ട സെയിം ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ അത്യാവശ്യത്തിന് സൗകര്യമുള്ള ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് ആണ് കേട്ടോ ഇത്. ഇവിടെ ഒരു വശത്തായിട്ട് വലിയൊരു വുഡിന്റെ 3 സീറ്റർ സോഫ വരുന്നുണ്ട്. നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ വരുന്നത്. അതിന്റെ ബാക്ക് വാളിലായിട്ട് തന്നെ ഒരു വിൻഡോയും വരുന്നുണ്ട്. ഈ സിറ്റ് ഔട്ട് വരുന്നത് 3.9 മീറ്റർ ലെങ്തിലും 1.6 മീറ്റർ വിഡ്ത്തിലും ആണ് കേട്ടോ. കൂടാതെ ആ ജനലിന്റെ ഭാഗത്തെ വാളിലായിട്ട് ഒരു വാൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സീലിംഗിൽ ലൈറ്റ്സ് അല്ലാതെ പ്രത്യേകിച്ച് വർക്കൊന്നും വരുന്നില്ല. ഇനി ഇവിടുത്തെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് വലിയൊരു ഡോറാണ് കേട്ടോ ഇത്. ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ ഡബിൾ ഡോർ ആണ് വരുന്നത്. അപ്പൊ ഇനി അകത്തെ വിശേഷങ്ങൾ നോക്കാം. അകത്തേക്ക് കയറുമ്പോൾ ആദ്യം നമ്മൾ എത്തുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഒരു പ്രീമിയം ലുക്കിൽ ചെയ്തിട്ടുള്ള ലിവിംഗ് ഏരിയന്റെ മൊത്തത്തിലുള്ള ലുക്കാണ് കേട്ടോ ഇത്. ഇവിടെ നോക്കുകയാണെങ്കിൽ വലതുവശത്തായിട്ട് എൽ ഷേപ്പിൽ ഒരു ഓഫ് വൈറ്റ് കളർ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ടിലായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു ടീ ടേബിളും കാണാം. 3.7 മീറ്റർ നീളത്തിലും 3.8 മീറ്റർ വീതിയിലും ആണ് കേട്ടോ ഈ ലിവിംഗ് ഏരിയ വരുന്നത്. ഇനി സോഫയുടെ ബാക്ക് വാൾ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നിഷ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ ഓരോ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെച്ചതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ LED ലൈറ്റ്സും വരുന്നതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ലുക്ക് വന്നിട്ട് അമേസിംഗ് ആണ്. ഇനി സോഫയുടെ നേരെ ഓപ്പോസിറ്റ് വാളിലാണ് TV യൂണിറ്റ് വരുന്നത്. ഒരു വുഡൻ ഡിസൈൻ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇനി ഇവിടുത്തെ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വൈറ്റിൽ സിമ്പിൾ ഡിസൈൻ ആണ് വരുന്നതെങ്കിലും ആ സെൻട്രലായിട്ട് വരുന്ന പ്രൊഫൈൽ ലൈറ്റും കൂടാതെ ചുറ്റുഭാഗത്തായിട്ടുള്ള LED ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ ഒരു എലഗന്റ് ലുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി നമ്മുടെ ലിവിംഗ് ഏരിയയിലെ മെയിൻ അട്രാക്ഷൻ ഈ പാർട്ടീഷൻ വോളാണ് കേട്ടാ. ഡൈനിങ് ഹാളിനെയും ലിവിംഗ് ഏരിയനെയും കൂടി പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഈ വോൾ വന്നിട്ട് വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ പാർട്ടീഷൻ വാളിന്റെ കൂടെ ഷെൽഫ് കൂടി ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഒത്തിരി വെറൈറ്റി ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. കൂടാതെ മൊത്തത്തിൽ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ട്ടോ കാണാന്. അപ്പൊ ഈ ലുക്ക് കണ്ടെന്നാ പോരല്ലോ, നമ്മളിനി ഡൈനിങ് ഏരിയ നോക്കല്ലേ. ഇവിടെ വരുമ്പോ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള ലുക്ക് വന്നിട്ട് 3.7 മീറ്റർ നീളത്തിലും 4.5 മീറ്റർ വിഡ്ത്തിലും ആണ് കേട്ടോ ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ പാർട്ടീഷൻ വാളില്ലേ, അതിന്റെ ഈ ഭാഗത്തായിട്ട് അതായത് ഹോളിലേക്കായിട്ട് സ്റ്റോറേജ് ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി ഡൈനിങ്ങിലേക്ക് വരുമ്പോ 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ വലിയ ആഡംബരമൊന്നും ഇല്ലാത്ത ഒരു ടേബിൾ വരുന്നുണ്ട്. ടേബിൾ ടോപ്പിൽ ഒരു വൈറ്റ് കളർ ഗ്ലാസ് ആണ് കേട്ടോ വരുന്നത്. കൂടാതെ ചെയർ വന്നിട്ട് നോർമൽ ചെയർ തന്നെയാണ്. ടേബിളിന്റെ നേരെ ബാക്ക് വാളിലായിട്ട് ഒരു ഷോക്കേസ് വരുന്നുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ ഇടയ്ക്ക് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. അതിന് തൊട്ടടുത്ത വാളിലായിട്ടാണ് കേട്ടോ നമ്മുടെ വാഷ് ബേസ് വരുന്നത്. അത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു കോർണറിൽ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ ഡിസൈൻ ആണ് വാളിൽ വരുന്നത്. അതിലായിട്ട് ഹാഫ് സർക്കിൾ മിറർ വരുന്നുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ LED സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ മുകളിലായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിന് നോക്കുകയാണെങ്കിൽ ബേസ് വന്നിട്ട് ഒരു ബ്ലാക്ക് കളർ മാർബിൾ കൊടുത്തിട്ടാണ്. അതിന് നടുക്കായിട്ട് നല്ല ഭംഗിയിൽ ഒരു കുഞ്ഞു വാഷ് ബേസിൻ ആണ് കേട്ടാ. വൈറ്റ് കളറിലാണ് വരുന്നത്. താഴായിട്ട് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇനി ഡൈനിങ്ങിലെ സീലിംഗിൽ നോക്കിയാൽ ലിവിംഗ് ഏരിയയിൽ കണ്ട പോലെ തന്നെ സിമ്പിൾ ആയിട്ട് എന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ പ്രൊഫൈൽ ലൈറ്റൂടെ വന്നപ്പോ അടിപൊളിയാണ് കേട്ടാ. ഇനി ഹോളിലായിട്ട് ഒരു ബാത്റൂം വരുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന ഭാഗത്ത് വന്നിട്ട് ഒരു കുഞ്ഞു പാർട്ടീഷൻ പോലെ കൊടുത്തിട്ട് വുഡ് പാനലിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ബാത്റൂം നോക്കുകയാണെങ്കിൽ ഡോർ വന്നിട്ട് വുഡിന്റെ ഡോർ ആണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. അകത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ മൊത്തത്തില് ടൈൽ ഇട്ടിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് വൈറ്റ് ടൈലും ഷോവാളിൽ വന്നിട്ട് ഒരു ബ്ലൂവും ബ്ലാക്കും ഒക്കെ കൂടി കലർന്ന കളറിൽ നല്ല ഭംഗിയുള്ള ഒരു ടൈലും വന്നിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ ഒക്കെ അടിപൊളിയാണ് കേട്ടാ. ഫ്ലോറിലായിട്ട് ഒരു കുഞ്ഞു പാർട്ടീഷൻ കൊടുത്തിട്ട് ഷവർ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ ഒക്കെ വരുന്ന അത്യാവശ്യത്തിന് സൗകര്യമുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഇത്. ഈ ബാത്റൂമിന്റെ രണ്ട് വശത്തായിട്ടാണ് കേട്ടോ 2 ബെഡ്റൂം വരുന്നത്. ആദ്യത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള ലുക്ക്. റൂമിൽ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു ബാത്റൂം വരുന്നുണ്ട്. ശേഷം ഉള്ളിലേക്ക് വരുമ്പോ ആദ്യം തന്നെ ഫാമിലി കോട്ട് കാണാം. റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടാ. ഹെഡ് റെസ്റ്റിന്റെ ഭാഗം വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത്. കോട്ടിന്റെ സൈഡിലായിട്ട് ഒരു കുഞ്ഞു ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിന്റെ ബാക്ക് വാളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോയും മറുവശത്തെ വാളിലായിട്ട് 2 വശത്ത് 2 സിംഗിൾ വിൻഡോസും വരുന്നുണ്ട്. കർട്ടൻസ് യൂസ് ചെയ്തിട്ടില്ല ട്ടാ. ഇനി കോട്ടിന്റെ ഓപ്പോസിറ്റ് വാളിലായിട്ടാണ് വാൾഡ്രോബ്സ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്ന ഒരു വലിയ വാൾഡ്രോബിനാണ് ട്ടോ ഇത്. വുഡൻ തീമിലാണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് കോഫി ഷെയ്ഡില് നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഇത്. വാഷ് ബേസിൻ ഒക്കെ വരുന്നുണ്ട്. ക്ലോസറ്റ് യൂറോപ്യൻ ആണ്. ഈ റൂമിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് കേട്ടോ രണ്ടാമത്തെ റൂം വരുന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള ലുക്ക് വന്നിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ബെഡ്റൂം ആണ് ഇത്. ഇവിടെ വന്നിട്ട് ഫാമിലി റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ വരുന്നത്. ഒരു സിമ്പിൾ ഡിസൈനിലുള്ള കോട്ടൺ ആണ്. കോട്ടിന്റെ ബാക്ക് വാളിലായിട്ട് 2 സിംഗിൾ വിൻഡോസും കൂടാതെ മറുവശത്തായിട്ട് ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്.
ഇനി ഇവിടുത്തെ വാൾഡ്രോബ് നോക്കിയാലും വുഡൻ ടൈപ്പിൽ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്ന വാൾഡ്രോബ് തന്നെയാണ് കേട്ടോ ഈ റൂമിലും വരുന്നത്. അപ്പൊ ഇനി നമുക്ക് കിച്ചൺ നോക്കാം. കിച്ചണിന്റെ ഡോർ വന്നിട്ട് ഒരു ബ്രൗൺ കളറിലെ ഗ്ലാസ് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ട്ടാ. അകത്തേക്ക് വന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്ന ഒരു മോഡേൺ കിച്ചൺ ആണ് കേട്ടോ ഇത്. 3.3 മീറ്റർ ലെങ്ത്തിലും 3.7 മീറ്റർ വിഡ്ത്തിലും ആണ് കേട്ടോ ഈ കിച്ചൺ വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ 3 വശത്തായിട്ടും സ്ലാബ് വാർത്ത് റാക്ക് പണിതിട്ടുണ്ട്. അതിന് താഴെ മൊത്തത്തിൽ സ്റ്റോറേജ് ഷെൽഫ്സ് കൊടുത്തിട്ടാണ്. കിച്ചണിലെ വാളിലായിട്ട് മൊത്തത്തിൽ ഒരു വൈറ്റ് കളർ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി കയറി വരുന്ന ഭാഗത്തെ റാക്കിലായിട്ട് തന്നെയാണ് ഗ്യാസ് സ്റ്റൗ വരുന്നത്. അതിന് താഴെയുള്ള കബോർഡ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്ലാസ് വെക്കാനുള്ള ഒരു സെപ്പറേറ്റ് ഏരിയ വരുന്നുണ്ട്. തൊട്ടടുത്തുള്ള കബോർഡിലായിട്ട് ഗ്യാസ് സിലിണ്ടർ ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എയർ പാസ് ചെയ്യാനുള്ള തരത്തിൽ ഡോറിലായിട്ട് എയർ ഹോൾസും കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗവിന്റെ മുകളിലായിട്ടും ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടാ. നല്ല ഭംഗിയിൽ തന്നെ ആ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മറുവശത്തെ റാക്കിലായിട്ട് സിങ്ക് വരുന്നുണ്ട്. ആ റാക്കിന്റെ മുകളിലായിട്ട് നീളത്തിൽ ഒരു കുഞ്ഞു വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിന് താഴ്ഭാഗത്തെ കബോർഡ്സ് ഒക്കെ നോക്കിയാൽ പ്ലേറ്ററി, പ്ലക്കറി തുടങ്ങി എല്ലാത്തിനും സെപ്പറേറ്റ് കബോർഡ്സ് തന്നെ വരുന്നുണ്ട്. ഇനി ഈ റാക്കിന്റെ എൻഡിങ്ങിൽ ഒരു കുഞ്ഞു കോർണറിലായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളതെന്ന് താഴെ മുകളിലുള്ള ഷെൽഫ്സ് ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി കിച്ചണിലെ സീലിംഗ് നോക്കിയാൽ വൈറ്റ് കളറിൽ ഡിസൈൻ കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് ഏരിയ നോക്കുകയാണെങ്കിൽ കിച്ചണിലെ പോലെ തന്നെ അത്യാവശ്യം സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്ത് നിർമ്മിച്ച ഒരു മോഡേൺ വർക്ക് ഏരിയ തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ വന്നിട്ട് കിച്ചണിൽ കണ്ട പോലെ തന്നെ 3 വശത്തായിട്ടും സ്ലാബ് വാർത്ത് റാക്ക് പണിതിക്കാണ്. മുകളിലായിട്ടും റാക്ക് കൊടുത്തിട്ട് മൊത്തത്തിൽ കബോർഡ്സ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ വാളിൽ ഒരു ഷെൽഫ് വരുന്നുണ്ട്. അവിടെ ആയിട്ട് കുക്കിങ്ങിന് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ വെക്കാവുന്ന തരത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ട് മുകളിലായിട്ട് തന്നെ ഒരു കുഞ്ഞു ക്രോക്കറി യൂണിറ്റും കാണാം. അതിനടുത്തുള്ള റാക്കിലായിട്ട് ഒരു കുഞ്ഞു സിങ്കും അതിന് കുറച്ച് അപ്പുറത്തായിട്ട് ഗ്യാസ് സ്റ്റൗവും വരുന്നുണ്ട്. കൂടാതെ ഈ വശത്തായിട്ട് തന്നെ പുകയില്ലാത്ത അടുപ്പും കാണാം. ഇനി വർക്ക് ഏരിയയിലായിട്ട് ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. സ്റ്റോർ റൂമിന്റെ മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റോർ റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് സ്റ്റോർ റൂം തന്നെയാണ്. ഇനി നമ്മുടെ ഹാളിലേക്ക് തന്നെ വരാം. ഇവിടെ സ്റ്റെയർ കേസിൽ നോക്കുകയാണെങ്കിൽ താഴ്ഭാഗം മുഴുവനായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റെയർ കേസ് വന്നിട്ട് മൊത്തത്തിൽ ഒരു ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ഇട്ടിട്ടാണ്. കൂടാതെ വുഡൻ സ്റ്റീൽ ഹാൻഡ് റെയിലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി മുകളിലേക്ക് കയറുമ്പോൾ ഈ വശത്തെ വാളായിട്ട് നിഷ് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ LED ലൈറ്റ്സും വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ സ്റ്റെയറിന്റെ എഡ്ജിലായിട്ട് ബ്ലൂ ലൈറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റെയർ ഏരിയയിലെ വാള് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ കളറിലെ പെയിന്റ് കൊടുത്തിട്ട് രണ്ട് വശത്തായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു വാൾ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഉള്ളിലേക്ക് വെട്ടും വെളിച്ചൊക്കെ കിട്ടുന്ന തരത്തിൽ ഒരു വിൻഡോ വരുന്നുണ്ട്. ഇവിടുത്തെ സീലിംഗിൽ വന്നിട്ടുള്ള ആ ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് ലൈറ്റ്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ.
അപ്പൊ മുകളിലെത്തിയാൽ ഇവിടെ ഒരു കുഞ്ഞു ഹോള് വരുന്നുണ്ട്. ഇവിടെ സീലിംഗിൽ മൊത്തത്തിൽ നല്ല ഭംഗിയിൽ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഭാഗത്തുള്ള വോളിലായിട്ട് നിഷ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഉള്ളിൽ ലൈറ്റ്സ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പൊ മുകളിലായിട്ടും 2 ബെഡ്റൂം വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. ഇവിടെ കയറി വരുമ്പോഴേ കാണുന്നത് ബാത്റൂം ആണ്. അതവിടെ നിൽക്കട്ടെ. ഇതാണ് കേട്ടോ റൂമിന്റെ മൊത്തത്തിലുള്ള ലുക്ക്. ഒരു റെഡിമെയ്ഡ് ഫാമിലി കോട്ട് വരുന്നുണ്ട്. കോട്ടിന്റെ 2 വശത്തെ വാളിലായിട്ടും 3 ഡോർ വിൻഡോസ് വരുന്നുണ്ട്. കർട്ടൻസ് കൊടുത്തിട്ടില്ല കേട്ടോ. ഇവിടുത്തെ സീലിംഗിൽ ജസ്റ്റ് ലൈറ്റ്സ് അല്ലാതെ വേറൊന്നും വരുന്നില്ല. ഇനി ഡോറിന്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് വന്നിട്ട് ഒരു കുഞ്ഞു വാൾഡ്രോബ് ആണ് കേട്ടോ. വുഡിന്റെ തീമിലാണ് വരുന്നത്. ഇനി ഈ റൂമിലെ ബാത്റൂം നോക്കുകയാണെങ്കിൽ നല്ല സൗകര്യമുള്ള ഫുൾ ആയിട്ട് ടൈല് വരുന്ന ഒരു ബാത്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ വൈറ്റ് ഗ്രേ ആൻഡ് താഴത്ത് നമ്മൾ ഹോളിൽ കണ്ട ബാത്റൂമിൽ ആ ബ്ലൂ ഷെയ്ഡ് ടൈലില്ലേ, അതുമാണ് കേട്ടോ വരുന്നത്. നല്ല കളർ കോമ്പിനേഷൻ തന്നെയാണ്. വാഷ് ബേസിനും കാണാം. ഇനി 4ാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഇവിടെയും കയറി വരുമ്പോ തന്നെ ബാത്റൂം ആണ് കേട്ടോ കാണുന്നത്. ബാത്റൂമിന്റെ മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ലുക്ക് വന്നിട്ട്. കോട്ട് വന്നിട്ട് ഫാമിലി റെഡിമെയ്ഡ് കോട്ടാണ്. ഒരു വശത്തെ വോളിലായിട്ട് 3 ഡോർ വിൻഡോയും മറ്റേ വശത്തെ വോളിലായിട്ട് 2 സിംഗിൾ വിൻഡോസും വരുന്നുണ്ട്. ഇവിടുത്തെ സീലിംഗിലായിട്ടും ലൈറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇനി ബാത്റൂം നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ടൈൽ ഇട്ടിട്ടുള്ള ഒരു ബാത്റൂം ആണ് കേട്ടോ ഇത്. വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ ഒരു ഡിസൈൻ ഒക്കെ വരുന്ന ഒരു ടൈലാണ് വരുന്നത്. ഇവിടെ ഫ്ലോറിൽ ഒരു കുഞ്ഞു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഷവർ ഏരിയ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവസാനമായിട്ട് നമ്മുടെ ബാൽക്കണി നോക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് വലിയൊരു ബാൽക്കണി തന്നെയാണ് കേട്ടോ ഇത്. ബാൽക്കണിയുടെ എൻഡിലായിട്ട് തന്നെ റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ അരിക്കായിട്ട് ഒരു കുഞ്ഞു ഡോർ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് താഴേക്ക് ഇറങ്ങാനായിട്ട് കുഞ്ഞു സ്റ്റെപ്പും വരുന്നുണ്ട്. അവിടെ നോക്കിയാൽ ഓപ്പൺ ടെറസ് ആയിട്ടാണ് കേട്ടോ. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ടില്ലേ താഴത്തുനിന്ന് ചെടികളൊക്കെ വെച്ചത്, അത് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സീലിംഗിന് നോക്കുകയാണെങ്കിലും നിരത്തി LED ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ. ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ ഈ വീട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ വീട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്തെടുത്തോളും. ഒപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.